ഗൈസ്, നാട്ടിൽ പോയി വന്നതിന് ശേഷമാണ് ഒരു കാര്യം മനസ്സിലായത്. പലർക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ പറ്റണില്ല. പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ടെങ്കിലും ഞാനത് ക്ലിയർ ചെയ്ത് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി നമ്മൾ UAE വരുമ്പോൾ, ദുബായിൽ വരുന്ന സമയത്ത് നമ്മൾ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അകത്തേക്ക് നടക്കുമ്പോൾ അവരൊരു തൈ തരും. ആ തൈ നമ്മൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് നമ്മൾ അവിടെ കൊണ്ടുവരും. നമ്മൾ അവിടെ മണ്ണിൽ കുഴിച്ച് കുറച്ച് മണ്ണ് അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് ഒരു ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിടും. ആ കുഴിച്ചിട്ടിട്ട് നമ്മൾ അതിന് കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം നമ്മുടെ ചെടി വളരുന്നത് നമ്മൾ നോക്കണം. വാടിയാൽ പണി പാടി പിന്നെ കിട്ടൂല, ഒറ്റ തവണ ചെടി കിട്ടും. ആ ചെടി നമ്മൾ വളർത്തി അത് കായ്ക്കാനാവുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് അത് കായ്ച്ചിട്ടുള്ള നമുക്ക് ഫലം കിട്ടും. വാട്ട് ഈസ് ഫലം? ഇറ്റ്സ് ദർഹംസ്. ആദ്യം നമുക്ക് നമ്മുടെ സീഡ് ആണ്, നമ്മുടെ സീഡ് രൂപത്തിലാണ് നമ്മുടെ കോയിൻസ് വരുന്നത്. അത് പിന്നെ കോയിൻ മാറി അത് നോട്ടായി ദർഹംസായി മാറുന്നത്. പിന്നെ ഓരോ ലെവലിനനുസരിച്ച് പൈസ കൂടും. ആ പൈസ എടുത്തിട്ടാണ് അതൊന്നും 1000 ഇതിലേക്ക് എത്തുമ്പോഴാണ് നമ്മളത് പൊട്ടിച്ചിട്ട് അങ്ങനെ ആ പൈസയാണ് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നത്. ആ നാട്ടിലേക്ക് അയച്ച് നമ്മൾ ഏകദേശം ഇതിങ്ങനെ നമ്മൾ പരിപാലിക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന എന്താ പറയുക പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചെടി നമ്മൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പരിപാലിച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുള്ളൂ. ആ പൈസ വെച്ചിട്ട് മാത്രമേ നമുക്ക് നാട്ടിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ക്ലിയർ ആയല്ലോ. നമ്മൾ ഇവിടെ പ്രവാസികൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ ഉത്തരം എല്ലാവർക്കും കിട്ടിയിരിക്കുന്നു. ഇനി ദയവായിട്ട് ആരും ചോദിക്കരുത് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇത്രയധികം പൈസ ഉണ്ടാക്കുന്നത്, പൈസ എല്ലാവർക്കും മനസ്സിലായില്ല. ദിസ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ UAE ഓർ ദിസ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ ദുബായ്. ഗൾഫ് കൺട്രീസിൽ നമ്മൾക്ക് ഇങ്ങനൊരു ചെടി തരും, നമ്മളതിനെ പരിപാലിക്കും. എത്ര നന്നായി പരിപാലിക്കുന്നോ അത്രയും നല്ല രീതിയിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. പക്ഷേ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ഈ ചെടി എടുത്ത് അങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളെ അവിടെ നിന്ന് പിടിച്ചിട്ട് അവിടെ ചെടി വാങ്ങിച്ചിട്ട് നമ്മളെ മാത്രം പറഞ്ഞു വിടും. അതുകൊണ്ട് ആരും ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഈ ചെടീനെ വിട്ടവിടെ പോവുക. അതാണ് ഒരിക്കലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് വരാൻ പറ്റാത്തതിൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയല്ലോ. അപ്പോൾ ശരി, ബൈ ബൈ. അയ്യോ, ഒരു കാര്യം ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലായി. ഇനി മേലാൽ ഇമാതിരി ഉള്ള ചോദ്യങ്ങളായിട്ട് വരരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോജിക്കലി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇവിടെ വന്നാൽ ജോലി ചെയ്താൽ മാത്രമേ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്, നമുക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരൂ. ഇവിടെ ഈ പൊരി വെയിലത്ത് നിന്നിട്ട് പണിയെടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും. പക്ഷേ പൊരി വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അവിടെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്കൊന്നും നാട്ടിൽ കുറച്ച് ഇവിടുന്ന് വെയിൽ അയ്യോ എന്ന് പറയുന്ന ആൾക്കാരെ ഇവിടുത്തെ വെയിലൊന്ന് വന്ന് കൊണ്ട് നോക്കണം. അപ്പം മനസ്സിലാവും. 46 ഡിഗ്രി 50 ഡിഗ്രിയൊക്കെ നമ്മൾ വെയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ചില സമയത്ത് താലൊക്കെ കറങ്ങും. സോ ആരെയും കൊച്ചായിട്ട് കാണരുത് ദയവ് ചെയ്ത്. പൈസ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഓരോ ആൾക്കാരുണ്ടാക്കുന്നത്. ഓരോ ചെറിയ ജോലി ചെയ്യുന്നത് മുതൽ വലിയ ജോലി ചെയ്യുന്നവർ വരെ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പം അതിനെ ഒന്ന് കണ്ണു വയ്ക്കാതിരിക്കുക, ഒന്ന് പ്രാകാതിരിക്കുക, പിന്നെ ഒന്ന് കുശുമ്പും കുന്നായി മനസ്സിൽ വെച്ച് ജീവിക്കാതിരിക്കുക. നമ്മൾ ജീവിച്ച പാട്ട്. ഓക്കെ, ശരി.